കേരളത്തിലെ വൈദ്യുതി വാഹനങ്ങളുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ ഇപ്പോൾ ഇന്ന് രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങളുടെ ഏതാണ്ട് 11% ഇലക്ട്രിക് വെഹിക്കിളിലാണ്. കൂടുതലും സ്വകാര്യ ആവശ്യത്തിനുള്ള 2 വീലറും 4 വീലറുമാണ്. പകൽ സമയത്ത് ഇത് ഓട്ടത്തിലായിരിക്കും. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇത് ചാർജ് ചെയ്യാനുള്ള പ്രവണതയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുള്ള വീടുകളെ സംബന്ധിച്ചോളം ഈ ബില്ലിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം ബാധ്യതയല്ല. അതേസമയം അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം അവരുടെ വൈദ്യുതി ബില്ല് ഗണ്യമായിട്ട് കൂടുതലിന് സാധിക്കും. അതിന് സാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വൈകിട്ട് 6 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 250 യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് TOD മീറ്റർ ബില്ലിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ വൈദ്യുതി വാഹനങ്ങളുടെ ചാർജ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വൈദ്യുതി ഉപയോഗം കൂടും. അപ്പോൾ ഈ 10 മണിക്ക് കഴിഞ്ഞാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യത്യാസം വരുന്നില്ല. അല്ലെങ്കിൽ പകൽ സമയത്ത് ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കഴിയുന്നതും ഇത് ഒരു പീക്ക് ടൈം ഡിമാൻഡ് കൂടുതലുള്ള ഏതാണ്ട് 3 നേരത്തെ സൂചിപ്പിച്ച പോലെ 3 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിങ്, എയർ കണ്ടീഷണർ, പിന്നെ ഇൻഡക്ഷൻ കുക്കർ. അപ്പോൾ ഇത് 3 ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ പീക്ക് ടൈം ഡിമാൻഡ് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. കാരണം ആ സമയത്ത് വൈദ്യുതി ഉപയോഗം കൂടുകയാണെങ്കിൽ കേരളത്തിന് പുറത്തുനിന്ന് അധികമായിട്ട് പവർ എക്സ്ചേഞ്ച് വഴി KSEBക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരും. ആ വൈദ്യുതിക്ക് വില കൂടുതലാണ്. അത് അടുത്ത പ്രാവശ്യത്തെ നമ്മുടെ വൈദ്യുതി ചാർജ് കൂടുന്ന സമയത്ത് അതിൻ്റെ കൂടെ കൂട്ടും.